നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും അമ്പൂട്ട് അപ്പിട്ട് കേട്ടോ. ആദ്യം കടിച്ചില്ലേ അവിടെ നിന്നോണ്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പിട്ട് കേട്ടോ. ഇല്ല തുറന്ന് നോക്കണം. ഓ എന്നാ കണ്ണാടിക്കാം. എന്റെ പൊന്നെ കണ്ണാടിക്കുമല്ല വേറെ ഒന്നും സാധനത്തിനാ. ഗൈസ് അപ്പോ നമ്മള് വണ്ടിയൊക്കെ പണിഞ്ഞു, നമ്മൾ ടയറൊക്കെ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് ഗൈസ്, നമ്മളിനി ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടി ഒരു പ്ലാനിങ്ങിലാണ്. ഓഫ് റോഡ് കുറച്ച് നല്ല സ്ഥലങ്ങൾ, യാത്രകൾ. നമ്മൾ യാത്രകൾ കുറെ നാളായി ചെയ്തിട്ട്. നമ്മൾ ലാസ്റ്റ് മലേഷ്യയിൽ പോയി, പിന്നെ എങ്ങും പോയില്ല. പിന്നെ ഇടയ്ക്ക് നമ്മള് പൊന്മുടി പോയി. അതൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ്. നമ്മളെ കുറച്ച് നാളായി യാത്രയൊക്കെ ചെയ്തിട്ട്. നമുക്ക് യാത്ര ഓഫ് റോഡൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് അതുവഴി നമുക്ക് ആദ്യം പോകേണ്ടത് നമുക്ക് അമ്പൂട്ടൊരു മുട്ട അടിക്കാൻ പോകണം. നാളെ കൊണ്ട് പറയുന്നു കേട്ടിട്ട് നിങ്ങൾ പഠിത്താണല്ലേ. സത്യം മുട്ട അടിക്കാൻ പോണം. മുട്ട അടിക്കണോ പോയി ചൂട് വന്ന് ചൂടത്തടിക്കാന്ന് പറഞ്ഞപ്പോ മഴയായി. മഴ വരെ വന്ന് അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. ജസ്റ്റ് അൺബോക്സ് ഗൈസ്. വേണ്ടല്ലേ അമ്പു പിച്ച് ചെയ്യുന്ന അമ്പു എല്ലെങ്കിൽ കൊണ്ടുവരുന്നത് തുറക്ക കമ്പി ട്രൈപോഡും അല്ല. ട്രിപ്പ് പോകുന്ന ട്രൈപോഡ് ആവശ്യത്തിൽ കൂടുതൽ ട്രൈപോഡുകളുണ്ട്. 4 കാലുണ്ട്. അപ്പോ 4 കാലുള്ളത് കസേരയില്ലേ? ഇവിടെ ചെണ്ടിരിക്കുന്ന മറന്നുപോയാ പൊട്ടിക്കാൻ ഇരിപ്പുണ്ട്. 2 ചെയർ ഉണ്ട്. ഇത് പോർട്ടബിൾ ചെയർ ആണ്. നമ്മൾ കാറിന് ഡിക്കിലിട്ടാൽ മതി. ഇപ്പൊ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമുക്കൊന്ന് ഇരുന്നൊരു ചായ ഒക്കെ കുടിക്കണം. ഇത് പോർട്ടബിൾ ചെയർ ആണ്, നോർമൽ ചെയർ അല്ല. ഇരിക്കുന്ന സാധനം തന്നെ ഇങ്ങനെ ഇട്ടുണ്ടോ അല്ലേ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ. അടിപൊളി കൊള്ളാല്ലേ. വേണേ ഈ ബാഗ് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ട്രൈപോഡൊക്കെ കൊണ്ടുപോകണം. ഉദ്ഘാടനം ആദായ വിൽപ്പന. ഫിറ്റ് ഇത്ര ഉള്ള സാധനം വേണ്ട. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ നോക്കുക. സിമ്പിൾ. അതെ ഇത് ശരിയാട്ടോ. ഉദ്ഘാടനം അപ്പിച്ചന്തി വെച്ചാണല്ലോ ദൈവമേ. ഞാൻ തന്നെ ഉദ്ഘാടിക്കാം. നമ്മളിങ്ങനെ വലിയ ഹില്ല് ഏരിയയിലൊക്കെ പോയിട്ട് നമ്മള് നല്ല കൊക്കയാണ് താഴെ. അപ്പൊ ഒരു കപ്പ് ചായ, ഫോർച്യൂണർ സൈഡില്, നല്ല കാറ്റ്. നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ചെറിയ ചാറ്റൽ മഴ വേണ്ട. ഏതാ സെറ്റ്. നമ്മളെ വീട്ടിലെ ചെയറിൽ ഇരിക്കുന്ന സുഖമൊന്നും കിട്ടത്തില്ല. പക്ഷെ അവിടെ ചെന്ന് തറയെ കുത്തിയിരിക്കണ്ടല്ലോ. കൊള്ളാം. പിന്നെ ആ സുഖമില്ല, കുറച്ചുകൂടി റിക്ലൈൻ ആവുന്ന സൂപ്പർ. അത്ര സുഖം കിട്ടും. അത്ര റിക്ലൈനർ ചോന്നോണ്ട് കൊള്ളാല്ലേ ഗൈസ്. ഇപ്പോ നമ്മുടെ ആദ്യത്തെ ചെയർ കണ്ടു, പോർട്ടബിൾ. അതേപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അടുത്ത ഒരു ഐറ്റം ആണ് ഈ ഒരു ബോക്സ് ഇരിക്കുന്നത്. ഇത് നമുക്ക് 2 ആയിട്ട് ഉപയോഗിക്കാം. വീട്ടിൽ ഗ്യാസ് ഇപ്പൊ ഒന്നാമത് ഷോർട്ടേജ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഗ്യാസ് തീരുവാണെങ്കിൽ ഒരു ദിവസം ഒരു ചോറും കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പോർട്ടബിൾ ഗ്യാസ് നമ്മുടെ പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിപ്പോഴും ആ ഒരെണ്ണം ടൈപ്പ് ഉണ്ട്. പക്ഷെ അതുപോലല്ല. അത് കുറച്ച് ഡേഞ്ചറാ. അത് കത്തിക്കുമ്പോ അതിന് തോന്നിയാണ് കത്തി വരുന്നത്. മുടിച്ച് മുടി വരും ചില ചെയ്തോണ്ടിരുന്നപ്പോ. അത് 300 രൂപ ഉള്ളൂ. ഭയങ്കര ചെറുതാ. കുറച്ചും കൂടി നല്ല പ്രീമിയം ആയിട്ടുമാണ്. കാണുമ്പോ തന്നെ ഒരു ഫീൽ ഇല്ലേ. കണ്ണാടി എടുത്ത് മുഖത്ത് വെച്ചിട്ട് എന്തോ കാര്യം പറഞ്ഞു. ഞാൻ താഴെ ഇരുന്നടുത്ത് മേലിൽ കയറ്റി. സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ലോക്ക് സിസ്റ്റം ആണ്. ഈ ലോക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കി വരും. മൊത്തം ഇതിന്റെ കൂടെ 4 സിലിണ്ടർ ആട്ടോ വരുന്നത്. പൊട്ടിച്ചു കൊണ്ടാ ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുക, ലോക്കാക്കുക. ഇവിടെ ലോക്കാണ്. ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾ തീ പോലും കത്തിക്കണ്ട. ജസ്റ്റ് ഒരു ശബ്ദം കേൾക്കും. കണ്ടോ, അടിപൊളി സാധനം. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടും പോവാം. അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ട്രിപ്പ് പോയാൽ പിന്നെ ഒരു കാര്യം, നമ്മളെ
നമുക്ക് അത്യാവശ്യം കേരളത്തിൽ തന്നെ നമ്മൾ പോകാത്ത ഒരുപാട് ഓഫ് റോഡ് സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ അടിപൊളി ഓഫ് റോഡ് സ്ഥലങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അവിടെയൊക്കെ പോകണം, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് സ്ഥലങ്ങളൊക്കെ. വണ്ടിയൊക്കെ ഇപ്പോൾ സെറ്റാണ്, ട്രാവലിംഗ് പാക്കേജ് ഫുൾ, കുക്കിംഗ് സാധനങ്ങൾ സെറ്റാണ്, ചെയർ സെറ്റാണ്. മൃദുല പൊളിക്കല്ലേ? അടിപൊളിയായിട്ട്. നീ മൃദുല കാര്യം പറഞ്ഞേ. മൃദുല ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ ഇവര് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആട്ടോ. മൃദുല കാര്യം പറഞ്ഞേ. ഞാൻ എവള് കുളിക്കാൻ കയറുമ്പോ ഇവ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ വിളിച്ചാലും വരത്തില്ല. ഇവര് തമ്മിൽ ഇങ്ങനെ ഭയങ്കര കമ്മ്യൂണിക്കേഷനാ. ഇവ കുളിച്ചിറങ്ങുന്നത് വരെ ഇവരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തോ പറയുന്ന വെച്ച് എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയോ പറയുന്നത് ഗൈസ്. എന്താണെന്ന് അമ്പൂട്ടന് മൃദുലയ്ക്ക് പോലും അറിയത്തില്ല. നീ ഇനി മൃദുല ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ട് വേണം കുളിക്കാൻ. മിണ്ടാതിരുന്ന അമ്പൂട്ടക്കാരെ നീ നിർത്തണ്ട, സംസാരിച്ചോ. എന്റെ അടുത്ത് വരണ്ടേ? ഞാൻ എത്ര നേരം കൊണ്ട് അവിടെ നിന്ന് വിളിക്കാന്നറിയാമോ ഗൈസ്? ഇന്നലെ അമ്പൂട്ടനെ പൂളൊക്കെ മറ്റേത് വീർപ്പിച്ചിട്ട് കുളിപ്പിച്ചില്ലേ? അതിനുശേഷം വെള്ളം തലേ താന്നോണ്ടായിരിക്കാം, പനിയായിരുന്നു. ഇന്നലെ നൈറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. വെളുപ്പാങ്കാലം വരെ കരച്ചിലും ഇടയ്ക്ക് മരുന്ന് കൊടുപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. നല്ല ചൂടുണ്ട്. അവന് കുഞ്ഞിനൊരു പുറം വേദന ക്ഷീണമൊക്കെ കാണും, അതിന് പറയാൻ അറിയത്തില്ലല്ലോ. ഇപ്പൊ ഒന്ന് മരുന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പം ഇന്നലെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ സിനിമയെ കണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തുവാ നമുക്ക് ഇന്ന് വീട്ടു സാധനം വാങ്ങണം ഒക്കെ വേണ്ടി ഇറങ്ങണം കേട്ടോ. വീട്ടിലൊന്നുമില്ല, എല്ലാം തീർന്നു, ഒന്നുമില്ല. എന്തുവാ കടയിന്നെ മൃദുല ഒറ്റ കൊച്ചിന് പനി പിടിപ്പിച്ചു. ആ ചെറുക്കന വാ അച്ഛനെ പൊന്നി നമുക്ക് ടാറ്റ പോവാം. ബാ നീ എടുത്താ മതിയെന്ന്. പനിയായ പിന്നെ അമ്പ് തീർന്നു. നമുക്ക് എന്തിന്റെ കേടായിരുന്നു കുഞ്ഞിന് അല്ലേ? നമ്മള് പിള്ളേരെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാ. പക്ഷെ എന്നാലും പനി ആയപ്പോ ഒരു സങ്കടം കഴിച്ചു. പനി ഇങ്ങനെ വരാതിരുന്നിട്ടേ അത് നമ്മളെ കയ്യിരിപ്പോണ്ടാണല്ലോ വന്നേന്ന് ഓർക്കുമ്പോ ഒരു സ്റ്റിയറിംഗ് കിട്ടിയ നമ്മള് ഹാപ്പിയാ. പക്ഷെ മൂക്കൊക്കെ ഒലിക്കുന്ന എന്റെ കൊച്ചിന്റെ വണ്ടിയോട് ഇപ്പഴേ ഒരു ഇഷ്ടമുണ്ടേ. ഏത് ഫോർച്യൂണർ ആയാലും ഇതായാലും രണ്ടായാലും കേറി കഴിഞ്ഞാ സ്റ്റിയറിംഗ് തിരിക്കും. അത് നമുക്ക് ഇഷ്ടമാ. കവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സഞ്ചി വണ്ടി വെക്കാൻ അതിനാ വലിച്ചു വാരി ഇടണ്ട, എടുത്തോണ്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ. ശരി മാഡം. കവർ 5 രൂപ കവർ വാങ്ങാതിരുത നമ്മള് വീട്ടിൽ. എന്തിനാ ഇഷ്ടം പോലെ കവർ ഇരിക്കുന്നു, പിന്നെ എന്തിനാ 5 രൂപ എടുത്ത് കവർ വാങ്ങിക്കുന്നത്? 5 രൂപ ഒരു 10 വട്ടം സേവ് ചെയ്താൽ തന്നെ എത്ര 50 രൂപയില്ലേ? അപ്പൊ ഷോപ്പിംഗ് തുടങ്ങിയാലോ? തുടങ്ങാൻ പോ. ഒരു ട്രോളി നിറഞ്ഞു കേട്ടാ. അമ്പുവിന്റെ ഒരു പ്രീമിയം പാമ്പേഴ്സും ഒരു നോർമൽ പാമ്പേഴ്സും, ഇത് 2 വെക്കുമ്പോൾ തന്നെ ട്രോളി നിറയും. ആ പപ്പടം ആദ്യം എടുത്ത് കൈ വെച്ചതാ, ഒരു മസാല അത് തരുന്നുമില്ല. അത് പലചരക്കടയിൽ നിന്ന് നേരെ അമ്മൂട്ടിന്റെ കവളിന് ഉമ്മ വെച്ചായിരുന്നു എപ്പോഴേലും. ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ പ്രൂഫാ. എന്നിട്ടാ ചെറുക്കന്റെ കവള് നിറച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതെന്തോന്ന് ഇത്? കോമഡി കളിക്കല്ലേ നീ? ഇതിട്ടിട്ട് നോക്ക്, സെറ്റ് സാധനം കേട്ടോ, അടിപൊളി പൊളി സാധനം. ട്രൈ ജെൻസി കട കണ്ടോ? തൊടല്, വെറൈറ്റി ഐറ്റംസ്, യുണീക്ക് ഐറ്റംസ് വേണ്ടേ? വാവ്.
അങ്ങാണ്ടേ നമ്മൾ അത്രയും അങ്ങോട്ട് നമ്മൾ 90 കിടക്കുന്നേ ഉള്ളേ. വാഗുണ്ട് ജെൻസി എന്ന് പറയുമെങ്കിലും സ്വഭാവം കൊണ്ട് ഇപ്പോഴും 90കളിൽ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ 90 2000 ഇടയ്ക്കാ, 98 ഞാൻ 2000 കൂട്ടാം. ഓഹ്, ഒരു വർഷത്തിൽ നീ പോയി 2K. വയറിച്ച് കുറയണല്ലേ. കൊള്ളാം കൊള്ളാം. കൊള്ളാം. ഇങ്ങനെ അഴിച്ചു വിടാമോ? ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഓടി നടന്നോളൂ. ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിന്റെ ഇടയിൽ. എന്നിട്ട് നമ്മളിങ്ങനെ ഒളിച്ചു പോയിട്ട് അവന് പെട്ടെന്ന് അവന്റെ ഫ്രണ്ടിൽ കൈയിട്ട് ചെവിയില് വീഴണം. കടയുടെ മുതലാളി നമ്മളെ പുറത്താക്കും ഇങ്ങനെ കളിച്ചാ. തോന്നുന്നത് സൂപ്പർ മാർക്കറ്റോ? നമുക്ക് മേലെ നിങ്ങളിങ്ങനെ അലമ്പാരിടുന്നൊന്നും തോന്നരുത്. നമുക്ക് കബോർഡുകളിൽ നിന്ന് ഇത്രയും പോരാ. സെറ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഇനിയിപ്പം നമ്മളെ ഡീപ് ക്ലീനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അതാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മൂന് മൂക്കൊലിപ്പ്. അങ്ങനെ ഇനി 2 മാസത്തേക്ക് അല്ല, ഒരു 1.5 മാസത്തേക്ക് ഒന്നും സാധനം ഒന്നും എല്ലാം തീർന്നിട്ട് ഈ മാസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നത്. ഹേ ഗൈസ്, അങ്ങനെ നമ്മള് ഇന്നലെ അമ്പൂട്ടന് പനി. ഇന്ന് എന്തെങ്ങനെയുണ്ട്? രാത്രി ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ ഞാൻ മരുന്ന് കാൽപ്പോളൊരെണ്ണം കൊടുത്ത്. ഇപ്പൊ ഇച്ചിരി കുഴപ്പമില്ല. പക്ഷെ അങ്ങ് ക്ഷീണിച്ചു. ഒന്നും ഫുഡ് കഴിക്കുന്നില്ല. കുഞ്ഞിന് ഭയങ്കര ക്ഷീണം കേട്ടോ. എന്തോ പറയാനാണ് പറയുക ഗൈസ്. ഇപ്പൊ ഇന്ന് ഇച്ചിരി കുറവുണ്ട് അല്ലേ? ഇന്ന് നമ്മള് ഇന്നലെ സാധനം വാങ്ങാൻ പോയപ്പം നല്ല മട്ടൻ കിട്ടി. അപ്പോൾ നല്ല ബിരിയാണി കട്ട്, നല്ല അടിപൊളി ബിരിയാണി കട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇന്ന് എന്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. രണ്ടുപേരും മൃദുലയ്ക്കും രാവിലെ ഗ്യാസ് പ്രോബ്ലം. ഇന്ന് മൊത്തത്തിൽ ഒരു കുരുപിടിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്യേണ്ടത് ഏട്ടന്റെ ഡ്യൂട്ടി. ഏട്ടന്റെ ബിരിയാണി കഴിച്ചിട്ട് കുറെ നാളായിരുന്നു. മട്ടൻ ബിരിയാണി ബിരിയാണി കട്ട് നല്ല അടിപൊളി പീസ് കേട്ടോ. ഒരു 5-6 പീസേ ഉള്ളൂ. പക്ഷെ നല്ല മുതുക്ക് സാധനമാണ്. അപ്പൊ ഓക്കെ. എടി പനിക്കാരി, എങ്ങനെയുണ്ടെടി പൊണ്ണേ? ഇന്ന് മട്ടൻ ഓക്കെ ആയി അത്യാവശ്യം അല്ലേ? അവ ഉറങ്ങി. ഇപ്പൊ 2 മണി വരെ കിടന്നുറങ്ങുമായിരുന്നു. മട്ടൻ ബിരിയാണി കഴിക്കാം. മട്ടൻ പീസ് നോക്ക്. ഈ പീസ് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ കാലിന്റെ നിനക്ക് അവിടെ ഓസ്ട്രേലിയൻ മട്ടനും ഉണ്ട്, നമ്മൾ ഇന്ത്യൻ മട്ടനും ഉണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മീറ്റ് ഉണ്ട്, പക്ഷെ അതിന് വില കുറവാണ്. അതിന് 1 കിലോ 600 രൂപയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ മട്ടൺ, നമ്മുടെ നാടൻ മട്ടന് 1 കിലോ 1000 സംതിങ് രൂപയാണ്. 1000-1100 രൂപയാണ്. നമ്മുടെ തന്നെ ടേസ്റ്റ്. അതിന് കാണിച്ച വേല നോക്കിയാണ് ആ കൈ കൊണ്ടിരിക്കാൻ. എന്നടി ഉനക്ക് പ്രശ്ന? നല്ല അടിപൊളി കയ്യാ. എന്ന് വെച്ച് വെള്ളം നിന്റെ ക്യാമറയിൽ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തല്ലേ. നമ്മളുണ്ടല്ലോ മടിയനാണ് ഞാൻ, എന്ത് വെച്ചാലും മടിയനാണ്. സോ നമ്മൾ ഇന്നത്തെ പരിപാടി സിമ്പിളാണ്. ഇതാർക്കും വെറും 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോയി TV കാണാം. അപ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോൾ മട്ടൺ റെഡി. അങ്ങനത്തെ ഉള്ള പരിപാടിയാണ്. മനസ്സിലായി? നമുക്ക് ആദ്യം മഞ്ഞൾ പൊടിയിൽ നിന്ന് ആരംഭിക്കാം. ഓക്കെ, നല്ല മഞ്ഞൾ പൊടി ഇടുക. ഓക്കെ, കടുക് ചുമ്മാ പറഞ്ഞ അതൊന്നും ഇടരുത്. അടുത്തത് മുളക് പൊടി. ഓക്കെ, വേണം. ഇന്ന് എരിഞ്ഞുണ്ടല്ലോ. എരിഞ്ഞ അമ്പൂട്ടന്റെ പനിയൊക്കെ പമ്പടക്കണം. അടുത്തത് മല്ലിപ്പൊടി. ഓക്കെ, ഇനി അടുത്തത് മസാലപ്പൊടി. എല്ലാ പൊടിയും നമ്മൾ ആദ്യമേ ഇടുക. അവസാനം വരുമ്പോൾ ടേസ്റ്റ് കാണുമോ ഇല്ലയോ എന്ന് മാത്രം നല്ല നോക്കിയാൽ മതി. ഇനി കുരുമുളക് പൊടി. ഓക്കെ, ഇനി മറ്റേ കുരുമുളക് എന്ത് ചെയ്യും? കുറച്ച് കുരുമുളക് നമ്മൾ അല്ലാണ്ട് ഇടും കേട്ടോ, റോ ആയിട്ടൊരു. ഓക്കെ,
ഭയങ്കര ഇടിയായിരിക്കും. കുരുമുളക് പൊടിയും തട്ടി മുളക് പൊടിയും തട്ടി. എനിക്ക് വയറുവേദന തുടങ്ങി കേട്ടോ. ഇത് കൂടെ കൂടെ വരും, കൂടെ കൂടെ പോകും. മുതലേക്ക് വയറുവേദനയാണ്. നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി. അത് കുറച്ച് മതി. കുറച്ച് നമുക്ക് പിന്നെ ആവശ്യം വരും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സവാള. ഞാൻ വിചാരിച്ചു ഈ മട്ടൻ ആദ്യം വേവിച്ചിട്ടാ ഇതെല്ലാം കൂടെ വേവിക്കുന്നേ. സവാള, അതിന്റെ കൂടെ നമ്മൾ മല്ലിയിലയും ഇടും കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ തക്കാളി പിന്നെ ഇടുന്നേ. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഉപ്പ്. ഓ, ഇതിനാണ് ഞാൻ മൃദുല അടുക്കള നിർത്തുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മിക്കും. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ വേണ്ട, കാരണം ഈ മട്ടണി നല്ല ഫാറ്റാ. അത് ശരിയാ. നമ്മള് ഞാൻ ഫാറ്റ് കളഞ്ഞില്ല. സാധാരണ ചിക്കൻ്റെ ഒക്കെ ഫാറ്റ് കളയും ഞാൻ, ഇത് മട്ടന്റെ കളഞ്ഞില്ല. കുറച്ച് ഉപ്പ്. ഇനി നമ്മളെ കൈപ്പണിയാണ്. ഓക്കെ, നല്ല ഞെവിടി എടുക്കുക. ഞെവിടലാണ് കാര്യം. വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഒന്നും ഒഴിക്കുന്നില്ല. ഇല്ല, ഈ ഞെവിടുമ്പോ തന്നെ ഒരു മണം വരുന്നുണ്ടോ? സത്യസന്ധമായി പറയൂ, നല്ല മണം. സവാളയുടെയും ആ വെളുത്തുള്ളിയും പച്ചമുളകിന്റെയും എല്ലാത്തിന്റെയും നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എന്തുവാ അവിടെ പോടാ അവിടുന്ന്. മട്ടണി കുറച്ച് ചൂടുവെള്ളം. ഇനി ഒരു 12 ഫിസില്. എനിക്ക് വയ്യ. ഒരു സാധനം ആഡ് ചെയ്തില്ല കേട്ടോ. തൈര് ഞാൻ ഇവിടെ വെച്ചാൽ കൊഞ്ചം തൈര്. എന്തുവാടാ അവിടെ ക്യാമറ കൊണ്ടുപോയി നിന്റെ മോ അടിക്കും കേട്ടോ. അത് മതി. ക്ലോസ് ചെയ്യണേ. നമ്മളെ മട്ടൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 10-11 വിസിൽ അടിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് നേരെ നമ്മൾ അരി നമ്മൾ കുറെ നേരമായിട്ട് കുത്തു വയ്ക്കുന്നു കേട്ടോ. കുറച്ച് തക്കാളി നേരത്തെ ഉണ്ടായിരുന്നു, മറന്നുപോയി. ഇനി ഒരു 2 വിസില് നമ്മളെ മട്ടൻ ബിരിയാണി റെഡി. ഗൈസ്, അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കേട്ടോ. നല്ല വലിയ പീസാ. കറക്റ്റ് നമ്മുടെ ബിരിയാണി കട്ട് പീസ് തന്നെ കേട്ടോ നമ്മൾ എടുത്തത്. റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വെള്ളം തോനെ ഒഴിച്ചു, കാരണം ചില അരികൾക്ക് വെള്ളം തോനെ വേണം. ഇത് കറക്റ്റ്. പക്ഷെ ഇത് ബിരിയാണി അരി അല്ല കേട്ടോ. കൈമ റൈസ് ആണെങ്കിൽ സെറ്റാ. ഇത് സത്യത്തിൽ പൊന്നി റൈസാ. പൊന്നി റൈസിലാണ് നമ്മൾ വെക്കുന്നത്. എല്ലിന്ന് ഇങ്ങനെ ഊരി വരും. അടിപൊളി മട്ടൻ കേട്ടോ. അടിപൊളി സെറ്റ്. നമ്മള് ചുമ്മാ ഇങ്ങനെ എത്ര നേരം ഒരു ബിരിയാണിയുടെ പുറകെ കിടന്ന് പണിയെടുക്കുന്നത്. അങ്ങനെ പണിയെടുത്താ അടിപൊളിയാവും. ഇതും അടിപൊളിയാണ്. ഇതിനിടയ്ക്ക് പല പരിപാടിക്ക് പോയി. ഞാൻ തൂത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് 2 ഗസ്റ്റ് വന്ന്. അതെ, അപ്പൊ അതിന്റെ പരിപാടി പോയി. അതിന്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ആവും ചെയ്തു. അമ്പു നമ്മള് മട്ടൻ കൊടുപ്പില്ല. മട്ടൻ കൊടുക്കണം പിള്ളേർക്ക്. അടിപൊളിയല്ലേ? ടേസ്റ്റ് ചെയ്തായിരുന്നു. മുറിയിലൂടെ മൊത്തം തൂത്തിട്ട് കേട്ടോ. മൊത്തം കുളമായി ഇവിടെ. ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ലവ് യു ആൻഡ് ബൈ. അമ്പൂട്ടിന് പനിയൊക്കെ കുറഞ്ഞ് ഇപ്പൊ സെറ്റായി വരുന്നു. നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കണം. ബാക്ക് ടു ബാക്ക് ആക്റ്റീവ് ആവണം. അതെ, എന്റെ വേഡ്വേനെ പോയി. ബൈ ഗൈസ്, ബൈ. പച്ചക്കറി വാങ്ങാൻ ഒരു പ്രീമിയം കവർ വാങ്ങിച്ചാലോ? ഈ കവറിന്റെ വില എത്രയാണ് നോക്കി. ഇത് ഈ സഞ്ചിയുടെ ബാഗല്ലേ? സഞ്ചിയാ.